പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ
എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. സകലത്തെയും നാഥായി നീക്കും. ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ അനുദിനം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങൾ കൂടുതൽ സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിനെയും നാഥായി നീക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിശുദ്ധനും സുദീർഘനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊക്കെ വളരുന്ന ഞങ്ങളെ അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. സകലത്തെയും നാഥായി നീക്കും. എന്റെ സഹോദരി, ഉൽപ്പത്തിയുടെ പുസ്തകത്തിലുള്ള വായന 24-ാം അധ്യായം 50 മുതൽ 67 ദിവസങ്ങൾ. അപ്പോൾ ലാബാനും ബത്തുവേലും പറഞ്ഞു, ഇത് കർത്താവിന് ഇഷ്ടമാണ്. ഇതിനെക്കുറിച്ച് ഗുണവും ദോഷവും ഞങ്ങൾക്ക് പറയാനില്ല. ഇതാണ് കേട്ടതിനെ മുന്നിൽ നിൽക്കുന്നു, അവളെ കൊണ്ടുപോയിക്കൊള്ളുക. കർത്താവ് തിരുവുള്ളതുപോലെ അവൾ യജമാന്റെ ഭാര്യയായിരിക്കട്ടെ. ഈ വാക്കുകൾ കേട്ടപ്പോൾ അബ്രാഹത്തെ താഴ്മയുടെ കർത്താവിനെ ആരാധിച്ചു. അനന്തരം അവൻ പൊന്നും വെള്ളിയും കൊണ്ടുള്ള ആഭരണങ്ങളും വസ്ത്രങ്ങളും എടുത്ത് റെബേക്കയ്ക്ക് കൊടുത്തു. അവരുടെ സഹോദരനും അമ്മയ്ക്കും വിലപ്പെട്ട സമ്മാനങ്ങളും അവൻ കൊടുത്തു. അവനും കൂടെയുണ്ടായിരുന്നവരും ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ആരാധനയോടെ ചെലവഴിക്കുകയും ചെയ്തു. പുലർച്ചെ എഴുന്നേറ്റ് അവൻ പറഞ്ഞു, എന്നെ യജമാന്റെ അടുത്തേക്ക് തിരിച്ചയക്കുക. അവരുടെ അമ്മയും സഹോദരനും പറഞ്ഞു, കുറച്ചു നാൾ കൂടിയും 10 ദിവസമെങ്കിലും അവളുടെ നിൽക്കട്ടെ, അത് കഴിഞ്ഞ് അവർക്ക് പോകാം. അവൻ പറഞ്ഞു, എന്നെ താമസിപ്പിക്കരുത്. കർത്താവ് എന്നെ വഴി ശുഭമാക്കിയിരിക്കുന്നത് കൊണ്ട് യജമാന്റെ അടുക്കിലേക്ക് തിരിച്ചു പോകുവാൻ എന്നെ അനുവദിക്കുക. നമുക്ക് പെൺകുട്ടിയെ വിളിച്ച് ചോദിക്കാം എന്ന് അവർ പറഞ്ഞു. അവർ എന്നെ വിളിച്ച്, നീ മനുഷ്യരോട് കൂടി പോകുന്നുവോ എന്ന് ചോദിച്ചു. ഞാൻ പോകുന്നു എന്ന് അവൾ മറുപടി പറഞ്ഞു. അവർ അവരുടെ സഹോദരിയെ
അവളുടെ കോഴിയെയും അബ്രാഹത്തിന്റെ കൃത്യനോട് കൂടി അവന്റെ ആൾക്കാരോട് കൂടി പറഞ്ഞയച്ചു. അവർ അവളെ ആശീർവദിച്ചു പറഞ്ഞു, നീ ഞങ്ങളുടെ സഹോദരിയാണ്, നീ ആയിരങ്ങളുടെയും 10,000-ങ്ങളുടെയും അമ്മയായി തീരുക. തങ്ങളെ ഒരുക്കുന്നവരുടെ വാതിലുകൾ നിന്റെ സന്തതികൾ പിടിച്ചെടുക്കട്ടെ. റെബെക്കായും തോഴിമാരും ഒട്ടകപ്പുറത്തുകയും അവനെ അനുഗ്രഹിച്ചു. അങ്ങനെ റെബെക്കായുമായി വൃത്തിൻ പുറപ്പെട്ടു. ആയിരത്തി നെഗേവിൽ താമസിക്കുമായിരുന്നു. ഒരു ദിവസം വൈകുന്നേരം അവൻ ചിന്താമഗ്നനായി വഴിയോട് നടക്കുകയായിരുന്നു. അവൻ തലമുടി നോക്കിയപ്പോൾ ഒട്ടകങ്ങൾ വരുന്നത് കണ്ടു. റെബെക്കായും ശിരസ്സുവെച്ച് നോക്കി. ഇസ്രായേലിനെ കണ്ടപ്പോൾ അവൻ ഒട്ടകപ്പുറത്ത് നിന്ന് താഴെ ഇറങ്ങി. അവൾ വൃത്തിനോട് ചോദിച്ചു, അങ്ങനെ പാടക്കൂടി നമ്മുടെ എതിരെ നടന്നു വരുന്ന മനുഷ്യനാരാണ്? വൃത്തിൻ പറഞ്ഞു, അവനാണ് എന്റെ യജമാനൻ. ഉടനെ അവൻ ശിരോവസ്ത്രം കൊണ്ട് മുഖം മൂടി. നടന്നതെല്ലാം വൃത്തിൻ ഇസ്രായേലിനോട് പറഞ്ഞു. ഇസ്രായേൽ അവരെ തന്റെ അമ്മയായ സാറയുടെ കൂടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവൻ അവളെ ഭാര്യയെ സ്വീകരിച്ചു. അവൻ അവളെ സ്നേഹിച്ചു. അങ്ങനെ അമ്മയുടെ ഒരുപാട് ദുഃഖിച്ചതിനവന് ആശ്വാസം ലഭിച്ചു. ദൈവമായ കർത്താവിനെ സ്തുതി. നിന്നോട് സമാനായി വേറൊരു ദൈവം ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുജനനത്തിൽ മംഗളകരമാം വൃത്താന്തം ഘോഷിക്കാം ഇന്നീ വേദികളിൽ. നിന്നോട് സൃഷ്ടികളാ ജനതകളകിലം നിൻ സന്നിധി ചേരുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാ ഹല്ലേലൂയ ഗീതികളാ കർത്താവിൻ തിരുജനനത്തിൽ മംഗളകരമാം വൃത്താന്തം ഘോഷിക്കാം എന്നീ വേദികളിൽ. ദിവ്യാത്മാവിൻ ഗീതികളാ ഹല്ലേലൂയ ഗീതികളാ കർത്താവിൻ തിരുജനനത്തിൽ മംഗളകരമാം വൃത്താന്തം ഘോഷിക്കാം എന്നീ വേദികളിൽ. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ദിവ്യാത്മാവിൻ ഗീതികളാ ഹല്ലേലൂയ ഗീതികളാ കർത്താവിൻ തിരുജനനത്തിൽ മംഗളകരമാം വൃത്താന്തം ഘോഷിക്കാം എന്നീ വേദികളിൽ. ശിവനായകമായ തിരുവചനം ശ്രദ്ധയോടുകൂടി ശ്രദ്ധിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും അതിനനുസരിച്ച് ജീവിക്കുന്നതിനും ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. സകലത്തെയും നാഥായനേക്കും. ആമേൻ. വ്യഭിചാരിക്കും അശുദ്ധനും അധ്യാപകനും വിഗ്രഹാരാധകനും ദൈവത്തിന്റെയും ക്രിസ്തുവിന്റെയും രാജ്യത്തിൽ അവകാശമില്ലെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ. ആരും അർത്ഥശൂന്യമായ വാക്കുകൾ കൊണ്ട് നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. ഇവ മൂലം അനുസരണമില്ലാത്ത മക്കളുടെ മേൽ ദൈവത്തിന്റെ ക്രോധം നിബന്ധിക്കുന്നു. അതിനാൽ അവരുമായി സമ്പർക്കമരുത്. ഒരിക്കൽ നിങ്ങൾ അന്ധകാരമായിരുന്നു, ഇന്ന് നിങ്ങൾ കർത്താവിൽ പ്രകാശമായിരിക്കുന്നു. പ്രകാശത്തിന്റെ മക്കളെ പോലെ വർദ്ധിക്കുവിൻ. പ്രകാശത്തിന്റെ ഫലം സകല നന്മയും നീതിയിലും സത്യത്തിലുമാണ് പ്രത്യക്ഷപ്പെടുന്നത്. കർത്താവിന് പ്രസാദകരമായിട്ടുള്ളവ എന്തെന്ന് വിളിച്ചറിയുവിൻ. അന്ധകാരത്തിന്റെ നിഷ്ഫലമായ പ്രവർത്തനങ്ങളിൽ പങ്കുചേരരുത്. പകരം അവയെ കുറ്റപ്പെടുത്തുവിൻ. അവർ രഹസ്യമായി ചെയ്യുന്ന പ്രവൃത്തികളെ കുറിച്ച് സംസാരിക്കുക പോലും ലജ്ജാർഹമത്രേ. പ്രകാശമെല്ലാം പ്രശോഭിക്കും. ഇങ്ങനെ പ്രശോഭിക്കുന്നതെല്ലാം പ്രകാശമാണ്. അതുകൊണ്ടാണ്
അഭിഷ്ടം എന്താണെന്ന് മനസ്സിലാക്കുകയും നിങ്ങൾ വീഞ്ഞ് കുടിച്ച് ഉന്മാദിക്കരുത്. ഇതിൽ ദുരാശക്തിയുണ്ട്. മറിച്ച് ആത്മാവിനാൽ പൂരിതരാകുവിൻ. സങ്കീർത്തനങ്ങളാൽ ഗാനങ്ങളാലും ആത്മീയ ഗീതങ്ങളാലും പരസ്പരം സംഭാഷണം ചെയ്യുവിൻ. ഗാനാലാപനങ്ങളാൽ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ പ്രകീർത്തിക്കുവിൻ. പലപ്പോഴും എല്ലാറ്റിനും വേണ്ടി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവായ ദൈവത്തിനും കൃതജ്ഞത അർപ്പിക്കുവിൻ. ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെ പ്രതി നിങ്ങൾ പരസ്പരം വിധേയരാകുവിൻ. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. ദൈവങ്ങൾ യാത്രികരായി തിരുവചനം വരവായി സ്തൂപം നിറയും പീഠത്തിൽ തിരുവചനം വിടരുന്നു. ദീപങ്ങൾ യാത്രികരായി തിരുവചനം വരവായി സ്തൂപം നിറയും പീഠത്തിൽ തിരുവചനം വിടരുന്നു. തിരുനാളങ്ങൾ തൻ നടുവിൽ നിന്നിതാ തിരുമൊഴികൾ ചുരുളഴിയുന്ന നേരമായി. ചെവിയോർക്കാം ഹൃദയം നൽകാം അതലത്താതെ പാടാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നമുക്ക് സദാവരുന്ന പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയുടെ ആത്മാവോടുകൂടെ. യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. 1-ാം അധ്യായം 18 മുതലുള്ള തിരുവചനങ്ങൾ. യേശുക്രിസ്തുവിന്റെ ജനനം ഇപ്രകാരമായിരുന്നു. അവന്റെ മാതാവായ മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്നതിന് മുമ്പ് അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു. അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകയാൽ അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടാകയാൽ അവളെ രഹസ്യമായി ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചു. അവൻ ഇതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കെ കർത്താവിന്റെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു, ദാവീദിന്റെ പുത്രനായ ജോസഫ് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കുവാൻ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. എന്നാൽ അവൻ തന്നെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള എമ്മാനുവേൽ എന്ന് അവൻ വിളിക്കപ്പെടും എന്ന് കർത്താവ് പ്രവാചകൻ മുഖേന അരുളി ചെയ്തത് പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇതെല്ലാം സംഭവിച്ചത്. ജോസഫ് നിദ്രയിൽ നിന്ന് കർത്താവിന്റെ കൽപ്പിച്ച പോലെ പ്രവർത്തിച്ചു. അവൻ തന്നെ ഭാര്യയെ സ്വീകരിച്ചു. പുത്രനെ പ്രസവിക്കുന്നത് വരെ അവളെ അവൻ അറിയില്ല. അവൻ ശിശുവിനെ യേശു എന്ന് പേരിട്ടു. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. തമ്പുരാനെ കൊടുക്കുന്നവരാകില്ല. ഈശോമിശിഹായെ സ്നേഹമുള്ള മാതാപിതാക്കളെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, സഹോദരി സഹോദരന്മാരെ, പ്രിയ കുടുംബമക്കളെ, ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള രൂപം ഉറങ്ങുന്ന യൗസപിതാവിന്റെ രൂപമാണ് എന്ന്
ഫ്രാൻസിസ് മാർപ്പാപ്പ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ഫ്രാൻസിസ് മാർപ്പാപ്പ പരിശുദ്ധ പിതാവായിട്ട് സ്ഥാനാരോഹണം ചെയ്തതിന് ശേഷമാണ് ഉറങ്ങുന്ന യൗസേപ്പ് പിതാവിന്റെ രൂപം പ്രശസ്തി ആർജിച്ചത്. അദ്ദേഹം പറയുകയാണ്, എന്ത് പ്രശ്നമുണ്ടായാൽ ആ പ്രശ്നം യൗസേപ്പ് പിതാവിന്റെ ഒരു കൊച്ച് ഉറങ്ങുന്ന രൂപം എന്റെ കയ്യിലുണ്ട്. ആ രൂപത്തിന്റെ അടിയിൽ വെച്ച് ഞാൻ സ്വസ്ഥമായി കിടന്നുറങ്ങും. എനിക്ക് ബോധ്യമുണ്ട് ദൈവം പരിപാലിക്കും, ദൈവം അതിന് ഉത്തരം നൽകും എന്ന്. ഇന്ന് സുവിശേഷത്തിലൂടെ യൗസേപ്പ് പിതാവിന്റെ ധർമ്മം, യൗസേപ്പ് പിതാവിന്റെ ഉത്തരവാദിത്വം ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതേ ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാനായിട്ട് ദൈവം നമ്മോട് ആവശ്യപ്പെടുകയുമാണ്. യൗസേപ്പ് പിതാവിനെ സംബന്ധിച്ചിടത്തോളം തമ്പുരാനിൽ ആശ്രയിച്ച ഒരു വ്യക്തിത്വമായിരുന്നു യൗസേപ്പ് പിതാവിൻ്റേത്. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ഏറ്റവും ആദ്യം നഷ്ടപ്പെടുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ഉറക്കമായിരിക്കും. സ്വസ്ഥമായി ഉറങ്ങുവാനായിട്ട് സാധിക്കുകയില്ല. ഭീകര സ്വപ്നങ്ങളും ഭീകര ചിന്തകളും നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കും. എന്നാൽ യൗസേപ്പ് പിതാവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മനോഹരം അല്ലെങ്കിൽ നമ്മെ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്നതുമായ കാര്യം അവൻ സ്വസ്ഥമായി ഉറങ്ങി എന്നുള്ളതാണ്. തന്റെ ഋതുസുത വധുവായി മറിയം പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായിരിക്കുന്നു അല്ലെങ്കിൽ ഗർഭിണിയായിരിക്കുന്നു എന്നറിഞ്ഞ് അവർ തീരുമാനിക്കുകയാണ് അവരെ രഹസ്യത്തിൽ ഉപേക്ഷിക്കുവാനായിട്ട്. സുവിശേഷം സാക്ഷ്യപ്പെടുത്തുകയാണ്, അവർ നീതിമാനാകിയാൽ, അവർ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടാകിയാൽ അവരെ രഹസ്യത്തിൽ ഉപേക്ഷിക്കുവാനായിട്ട് തീരുമാനിച്ചു എന്ന്. എന്നിട്ട് സ്വസ്ഥമായി ഉറങ്ങുകയാണ്. ആ ഉറക്കത്തിലാണ് ദൈവദൂതൻ പ്രത്യക്ഷപ്പെടുക. ആശ്ചര്യപ്പെടേണ്ട, അവൾ ഗർഭം ധരിച്ചത് പരിശുദ്ധാത്മാവിനാലാണ്. അത് പ്രവചനങ്ങളുടെ പൂർത്തീകരണമാണ് എന്ന് വ്യക്തമാക്കി കൊടുക്കുക. ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ ആ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. യേശുവിനെ സംബന്ധിച്ചിടത്തോളം യൗസേപ്പ് പിതാവിന്റെ ഗുണഗണങ്ങൾ തീർച്ചയായും അവനും ലഭിച്ചിട്ടുണ്ട് എന്ന് അറിയുവാനായിട്ട് നമുക്ക് സാധിക്കും. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കടലിലൂടെ യാത്ര ചെയ്യുന്ന ശിഷ്യഗണം യേശു വള്ളത്തിന്റെ തലപ്പത്ത് തലവെച്ച് കിടന്നുറങ്ങുകയാണ്. അത്രമാത്രം അസ്വസ്ഥമാകുന്ന ആയിരിക്കുന്ന കടൽ, വള്ളം ആടി ഉലയുന്നു. മുഖ്യന്മാരായ ശിഷ്യന്മാർ യേശുവിനെ വിളിച്ചുണർത്തി പറയുകയാണ്, ഞങ്ങൾ നശിക്കുന്നു എന്ന്. അത്രമാത്രം ഭീതികരമായ അവസ്ഥയിലും അവൻ സ്വസ്ഥമായി ഉറങ്ങുകയായിരുന്നു. അവന്റെ ദൈവാശ്രയ ചിന്ത കുരിശിൽ കിടന്ന് പിടഞ്ഞു മരിക്കാൻ നേരത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്റെ ആത്മാവിനെ നിന്റെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറയുന്നു. സ്നേഹമുള്ളവർ, ദൈവകരങ്ങളിൽ നാം സുരക്ഷിതരാണ് എന്ന ചിന്തയുണ്ടാകുമ്പോഴാണ്, ദൈവകരങ്ങളിൽ ഞാൻ സുരക്ഷിതരാണ് എന്ന ബോധ്യമുണ്ടാകുമ്പോഴാണ് യൗസേപ്പ് പിതാവിനെ പോലെ യേശുവിനെ പോലെ നമ്മുടെ ജീവിതത്തിൽ തമ്പുരാനിൽ ആശ്രയിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുക. ദൈവകരങ്ങളിലേക്ക് വിട്ടുകൊടുക്കുക. രണ്ടാമതായിട്ട് നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്, ഉത്തരവാദിത്തങ്ങളിൽ നീതി നിഷ്ഠയുള്ളവരായിരിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തരും സാധിക്കണം. യൗസേപ്പ് പിതാവിനെ സംബന്ധിച്ചിടത്തോളം
അവന് ഉത്തരവാദിത്വം ഏൽപ്പിക്കുകയാണ്, ഫലമേൽപ്പിക്കുകയാണ്. അവനെ മാറ്റി നിർത്തുകയല്ല, അതിനേക്കാൾ ഉപരിയായിട്ട് അവന് ഉത്തരവാദിത്വം കൊടുക്കുകയാണ്. യേശു അവന് ആ ശിശുവിന് യേശു എന്ന പേരിടണമെന്ന് ദൈവദൂതൻ കൽപ്പിക്കുകയാണ്. മറ്റൊരു വാക്യം പറഞ്ഞ യേശു എന്ന നാമത്തിനർത്ഥം രക്ഷകൻ എന്നതാണ്. അവൻ രക്ഷകനാണ് എന്ന ബോധ്യത്തിലേക്ക് വളർത്തുകയും ആ ബോധ്യത്തിൽ അവനെ ഉത്തരവാദിത്വം എന്നത് ഏൽപ്പിക്കുകയും ചെയ്യുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന ഔഷധപിതാവിനെ നമ്മൾ കാണുകയാണ്. പേരിട്ടു എന്ന് മാത്രമല്ല, അവന് എല്ലാ ഉത്തരവാദിത്തങ്ങളും അവൻ ഏറ്റെടുക്കുകയാണ്. അവൻ അപകടം സംഭവിക്കാതിരിക്കുവാനായിട്ട് പലായനം ചെയ്യുകയാണ്. ആ പലായനം ചെയ്യുന്നിടത്ത് നിന്ന് അപകട സാധ്യതകൾ ഇല്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ തിരിച്ചു വരുവാനായിട്ട് നഷ്ടത്തിൽ പാർക്കുവാനായിട്ടും അവൻ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിക്കുകയാണ്. ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് തന്നെ പരിശുദ്ധ അമ്മയെ അവൻ സ്വീകരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മറ്റൊരു വാക്യമാണ്, അവൻ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന കാര്യങ്ങളിലും നീതിനിഷ്ഠയുള്ളവരായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മെ കുറെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ഉത്തരവാദിത്തങ്ങൾ ആത്മാർത്ഥതയോടുകൂടി നിറവേറ്റുവാനായിട്ട് നമുക്ക് സാധിക്കണമെന്നും ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. മൂന്നാമതായിട്ട് തമ്പുരാനെ ഒടുക്കുന്നവരായി തീരുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഔഷധപിതാവിനെ സംബന്ധിച്ചിടത്തോളം അവൻ തമ്പുരാനെ നമുക്ക് നൽകിയത് വലിയൊരു പങ്ക് വഹിക്കുന്ന വ്യക്തിയാണ്. ഗർഭം ധരിച്ചില്ല, പ്രസവിച്ചില്ല, എന്തെങ്കിലും അവൻ വെറും ഒരു വൈശാലനായിരുന്നു. മറിച്ച് അവൻ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് അവൻ ഉണർന്ന് പ്രവർത്തിക്കുകയാണ്. ഔഷധപിതാവിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഉറങ്ങി വിശ്രമിക്കുകയല്ലായിരുന്നു, മറിച്ച് ഉണർന്ന് പ്രവർത്തിക്കുകയായിരുന്നു. ആ ഔഷധപിതാവിനെ പോലെ ഉണർന്ന് പ്രവർത്തിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണമെന്ന് ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ആ ഉണർന്നുള്ള പ്രവർത്തനം പരിശുദ്ധ അമ്മയെ സ്വീകരിക്കുന്നതിനും സാമൂഹികപരമായ ഒരു പ്രശ്നത്തിൽ ആ പ്രശ്നം പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്ക് സംഭവിച്ചുകൂടാ, അവരെ അലട്ടിക്കൂടാ എന്ന ചിന്തയോടുകൂടി ഉണർന്ന് പ്രവർത്തിക്കുവാനായിട്ട് ഔഷധപിതാവ് പരിശ്രമിച്ചു. നമ്മുടെ ജീവിതത്തിൽ തമ്പുരാനെ കൊടുക്കുവാനായിട്ട് നമ്മെ പരമേൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുവാനായിട്ട് നമുക്ക് ഓരോരുത്തരും സാധിക്കുമ്പോഴാണ് നാം തമ്പുരാനേതായി മാറുക, അവരെ സ്വീകരിക്കുന്നവരാകുക. അവരെ സ്വീകരിച്ച് സന്മനസ്സുള്ളവർക്ക് സമാധാനം, ആ സമാധാനം പേറുവാനായിട്ട് ദൈവം നമ്മെ ഒരുക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥിക്കാം. ആദ്യത്തെ പാപം മൂലം ആദരിച്ച മനുഷ്യർക്ക് രക്ഷകനെ വാഗ്ദാനം ചെയ്യപ്പെട്ട വിഷയമായി ഞങ്ങൾക്ക് പാപമോചനവും രക്ഷയും നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പൂർവ്വപിതാക്കന്മാർ പ്രത്യാശയോടെ പ്രാർത്ഥിക്കുന്ന വിഷയമായി കൃപാവരങ്ങൾ നൽകി തിരുസഭയെ ധന്യമാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രക്ഷകനെ സ്വീകരിക്കാൻ പ്രവാചകന്മാരുടെ ഹൃദയങ്ങളെ സജ്ജമാക്കിയ കർത്താവേ, അന്തിമ ജീവിതത്തിൽ ഇതിനെ സ്വീകരിക്കുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗ്ഗത്തിന്റെ കവാടം ഞങ്ങൾക്ക് തുറന്നു തരുവാൻ മനുഷ്യനെ അവതരിച്ച വിഷയമായി നിന്റെ ആഗമനം പ്രഘോഷിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മനുഷ്യാവതാരം വഴി മനുഷ്യവംശത്തെ മൊത്തമടിച്ച ദിശയായി ദൈവസ്നേഹത്താൽ ഞങ്ങളുടെ കുടുംബങ്ങളെ ധന്യമാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഭകളുടെ തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവായ ഫ്രാൻസിസ് പാപ്പായും ഞങ്ങളുടെ സഭയുടെ പിതാവ് തലവനുമായ ബിഷപ്പ് മാർ റോബർട്ട് മെത്രാപ്പൊലീത്തായും ഞങ്ങളുടെ തിരുവനന്തപുരം അപ്പോസ്തലിക അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പിതാവിനെയും മറ്റവന്മാരെയും ആദ്യമെന്ന് അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ മിശിഹായേ, നിന്റെ കൃപയാൽ എല്ലാവരെയും രക്ഷിക്കുകയും നിന്റെ ശാന്തിയും സമാധാനവും വർദ്ധിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം.
ചെയ്യണമേ. തന്റെ വാസുമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാവങ്ങളുടെയും കഴുകിക്കളയട്ടെ. നമ്മുടെ
ബലിപീഠത്തിൽ സുതകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങൾ സജ്ജീകരിക്കപ്പെടുന്നു. അവരുടെ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വർഷിച്ചുകൊണ്ടിരിക്കുന്ന
ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. സഹോദരി ഈശോയുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുകയും പരിശുദ്ധൻ
വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇത് വാങ്ങി ഭക്ഷിക്കുവിൻ. സ്തോത്രം ചെയ്തു വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മനുഷ്യർക്ക് വേണ്ടിയും ഞങ്ങളുടെ പ്രാർത്ഥന സഹായം പ്രത്യേകം ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ മാതാപിതാക്കൾക്കും ബന്ധുമിത്രാദികൾക്കും കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും ഞങ്ങൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന അയോഗ്യരായ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയും കർത്താവേ അങ്ങേ കുർബാന സ്വീകരിക്കണമേ. പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. അങ്ങേ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ ബോധനയ്ക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർത്തിലുള്ള വലിയ പ്രത്യാശയ്ക്കും അങ്ങേ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സുഖരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. തിരുമുൻപിൽ പാപം ചെയ്യും
വിമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും.
ദിവ്യപാതയമേ ഹൃദയമൊരുക്കി ഞാൻ നാദാണയോ സർവം വർത്തിക്കാം എന്നില്ലയോ നീക്കണമേ കഥകൾ ചൊരിയണമേ കൃപകൾ നീക്കണമേ കഥകൾ ചൊരിയണമേ കൃപകൾ ദിവ്യകാരുണ്യമേ ദിവ്യമാം സ്നേഹമേ കൊച്ചു കൈവെള്ളയിൽ അണയും സ്വർഗ സമ്മാനമേ ദിവ്യകാരുണ്യമേ ദിവ്യമാം ഭോജ്യമേ ജോവിനിൻ യാത്രയിൽ എന്റെ ദിവ്യപാതയമേ കടലോളം സ്നേഹമായി മരുഭൂവാം മാനസേ മലയോളം കൃപയുമായി കൃപ ചോർന്നൻ ജീവനിൽ കടലോളം സ്നേഹമായി മരുഭൂവാം മാനസേ മലയോളം കൃപയുമായി കൃപ ചോർന്നൻ ജീവനിൽ സ്വർഗം എൻ സ്വന്തം എൻ ഈശോ എൻ സ്വന്തം ഹൃദയം പറുദീസ എൻ ഈശോ എൻ ഭാഗ്യം സ്വർഗം എൻ സ്വന്തം എൻ ഈശോ എൻ സ്വന്തം ഹൃദയം പറുദീസ എൻ ഈശോ എൻ ഭാഗ്യം അനവരതം കൃപ ചൊരിയും ഈശോയാരാധന ദിവ്യകാരുണ്യമേ ദിവ്യമാം സ്നേഹമേ കൊച്ചു കൈവെള്ളയിൽ അണയും സ്വർഗ സമ്മാനമേ അറിയിപ്പുകൾ കഴിഞ്ഞ ആഴ്ച ദിവസങ്ങളാഴ്ച 4,052 രൂപ ഹിന്ദി രൂപ കുർബാന 3,144 രൂപ സെന്റ് ആനീസ് സെന്റ് തോമസ് മദർ കാശ്മോർണം 1,230 രൂപ 3ാം ക്ലാസ് വിദ്യാർത്ഥികളും മാതാപിതാക്കളും അധ്യാപകരും 1,261 രൂപ സെന്റ് ആനീസ് ഉപയോഗിച്ച മാസവരി 7,700 രൂപ ഇന്ന് ക്രിസ്മസോടനുബന്ധിച്ചുള്ള ഉപസ്ഥാന ദിവസമാണ് ഉച്ചയ്ക്ക് 3 മണി മുതൽ 6 മണി വരെയായിരിക്കും കുമ്പസാരം 6 മണിക്ക് ദേവാലയത്തിൽ നിന്ന് കരവും ഭവനങ്ങളിലേക്ക് ഇറങ്ങുന്നു ഭക്തിപരമായ നടത്തുവാനായിട്ടും എല്ലാ കുടുംബാംഗങ്ങളും അതിനോട് സഹകരിക്കുവാനായിട്ടും പ്രത്യേകം താല്പര്യപ്പെടുക 24-ാം തീയതി രാത്രി 10 മണിക്ക് യൂത്തിന്റെ നേതൃത്വത്തിൽ കരവുദ്ധാന ആവിഷ്കാര മത്സരം അതിനെ തുടർന്ന് 11 മണിയോടുകൂടി പിറവിരുന്നാളിന്റെ തിരുനാമം ആരംഭിക്കുന്നു. തുടർന്ന് ക്രിസ്മസ് കുർബാന 25-ാം തീയതി രാവിലെ 7 മണിക്ക് മറ്റൊരു കുർബാന ഉണ്ടായിരിക്കും. രാവിലെ 9 മണിക്കായിരിക്കും ഹിന്ദി കുർബാന. 26-ാം തീയതി വ്യാഴാഴ്ച പതിപോലെ രാവിലെയായിരിക്കും വിശു കുർബാന. 27-ാം തീയതി വെള്ളിയാഴ്ച വിശു കുർബാന വൈകിട്ട് ആയിരിക്കും. ഉപകരണം എത്തിയിട്ടുണ്ട്. യൂണിറ്റ് ഭാരവാഹികൾ അത് ഭവനങ്ങൾ എത്തിക്കുക. വിസിലിപ്പോളിന്റെ നേതൃത്വത്തിൽ വിസിലിപ്പോളിന്റെ ധനശേഖരത്തിനായിട്ട് കേക്ക് ഒരുക്കിയിട്ടുണ്ട്.
കുറച്ച് പേരുകൂടി വീട്ടിൽ പോകുവാനുള്ളത് വലിയ സ്നേഹവുമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. വിവാഹത്തിലേക്ക് ഈ പണിയുടെ പുതുശ്ശേരി ജോലി മകൻ ജോപോൾ, വൈക്കം സെന്റ് ജോസഫ് ഇടവക തേജസ് വീട്ടിൽ ജോൺസൺ ആലീസ് മകൾ ആൻസിയും തമ്മിൽ വിവാഹത്തിലാകാൻ നിശ്ചയിച്ചിരിക്കുന്നു. പരിശുദ്ധമായ സ്വഭാവം പരിശുദ്ധവും ജീവിതാത്മദേവികമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കാളികളാക്കപ്പെട്ട നമുക്ക് എല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അവനീയമായ ദാനത്തെക്കുറിച്ച് കർത്താവേ നീക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. അടങ്ങളുടെ മോചനത്തിനായ കാരുണ്യപോലെ ഞങ്ങൾക്ക് നൽകിയത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. സകലത്തിന്റെയും നാഥായിലേക്കും ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായേ, സുന്ദരവും പരിശുദ്ധവും ശിവദായകവും ദൈവികവുമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പോവുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായി താരം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിനെയും നാഥായിലേക്കും ആമേൻ. Diego